ഒരുപാട് പറയാനുണ്ട് എനിക്ക് എന്റെ പ്രഗ്നൻസിനെ കുറിച്ച്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ആ ഷോക്കിംഗ് ന്യൂസ് അറിയുന്നത്. ഹസ്ബൻഡ് പറഞ്ഞു നമുക്കിത് വേണം. ഒരാളല്ല 2 പേരാണുള്ളത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആണ് എന്റെ ലൈഫില്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണിമായ. അപ്പൊ ഞാൻ ഇന്ന് എന്താണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി എന്റെ തമ്മനയിൽ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എന്റെ ഒരു പ്രഗ്നൻസി ജേർണിയാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോണത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇപ്പൊ പ്രഗ്നൻസിനെ കുറിച്ച് ഇത്രമാത്രം പറയാനല്ലേ എന്നുള്ളത്. അതെ, ഒരുപാട് പറയാനുണ്ട് എനിക്ക് എന്റെ പ്രഗ്നൻസിനെ കുറിച്ച്. കാരണം എന്നെ സംബന്ധിച്ച് എന്റെ പ്രഗ്നൻസി ഒരു നോർമൽ പ്രഗ്നൻസി ആയിരുന്നില്ല. ഒരുപാട് റിസ്ക്കും കോംപ്ലിക്കേഷനും അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്ന, എന്നാൽ അതേസമയം എനിക്ക് ഒരുപാട് മിറാക്കിളൊക്കെ തോന്നിയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു എന്റെ പ്രഗ്നൻസി. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും പൊതുവേ ഞാൻ എങ്ങനെ അധികം ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഞാൻ അങ്ങനെ കാര്യങ്ങൾ കൂടുതലും തുറന്നു പറയുന്ന ഒരു ക്യാരക്ടർ അല്ല എന്റേത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഫാമിലിക്കാണെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുണ്ടാവില്ല. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും എന്റെ ഫാമിലിയിലെ പലരും ഇതൊക്കെ അറിയുന്നത്. അപ്പൊ ഞാനിതിപ്പം തുറന്നു പറയാം, ഇങ്ങനെ ഒരു യൂട്യൂബ് പോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാമെന്ന് തീരുമാനിച്ചതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം തന്നെ ഞാൻ അതിനെ ഇപ്പോൾ കറന്റ്ലി ഞാൻ ആ ഒരു ഘട്ടത്തെ ഫേസ് ചെയ്ത് മറികടന്ന് വന്നതുകൊണ്ടും, രണ്ടാമത് ഇത്തരത്തിൽ പ്രഗ്നൻസിയിലായിക്കോട്ടെ അല്ലാതെ ആണെങ്കിൽ പോലും ആരെങ്കിലും ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് മെന്റലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വഴി ഒരു റിലീഫ് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ്. കാരണം ഞാൻ എന്തൊക്കെയാണ് ഫേസ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഏതൊരു അവസ്ഥയിലായിരുന്നു അപ്പം എന്നുള്ളത് നന്നായിട്ട് എനിക്കറിയാം. സോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനിത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പൊ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ട് 3ാമത്തെ മാസമാണ് പ്രഗ്നന്റ് ആവുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജോലി സംബന്ധമായിട്ടും പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ എന്റെ ഹസ്ബൻഡ് ട്രാൻസ്ഫർ ആയി. അപ്പൊ മറ്റൊരു നാട്ടിലെത്തിയ സമയത്ത് ഞങ്ങൾ ഒരു 6 മാസം അവിടുത്തെ ഒരു സെറ്റിൽമെന്റ്, അവിടെ നമ്മളൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മളൊരു വെയിറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചിരുന്നു, ഒരു 6 മാസത്തേക്ക്. പക്ഷെ അതിന് മുന്നേ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് 3ാമത്തെ മാസം ഞാൻ പ്രഗ്നന്റ് ആവുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെ ഞങ്ങൾ പ്രഗ്നന്റ് ആയപ്പോഴും ഞങ്ങൾക്ക് സർപ്രൈസ് ആണെങ്കിൽ പോലും ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ സൺറൈസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ രാഘവേന്ദ്ര ഡോക്ടറെ കാണിക്കാൻ വിസിറ്റ് ചെയ്യാൻ പോയി. അങ്ങനെ അപ്പൊ അതിന് മുന്നേ തന്നെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്തിരുന്നു. പ്രഗ്നൻസി കിറ്റിലൂടെയും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ കൺസൾട്ടേഷന് പോണത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ആ ഷോക്കിംഗ് ന്യൂസ് അറിയുന്നത്. അതായത് ഡോക്ടർ പറഞ്ഞു ഞാൻ അത്രമാത്രം റിസ്കിൽ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അതിന്റെ കൂടെ ഞാനിപ്പോൾ പ്രഗ്നന്റും കൂടെ ആയി എന്നുള്ളത്. കാരണം എനിക്ക് യൂട്രസിൽ ഒരു വലിയ ഫൈബ്രോയിഡ് ഉണ്ട്. ഒരു 15 സെന്റിമീറ്റർ വരുന്ന ഒരു വലിയ മുഴ യൂട്രസിന്റെ പുറത്തായിട്ടുണ്ട്. അത് കൂടാതെ ഓവറിയിൽ ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെ ഒരു ചെറിയ ഫൈബ്രോയിഡും കൂടെ വേറെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രഗ്നന്റ്, നോർമലി ഡോക്ടർ പറഞ്ഞത് സാധാരണഗതിയിൽ ഇത്തരം കേസിൽ പ്രഗ്നന്റ് ആവില്ല. കാരണം ഒരു ഫൈബ്രോയിഡ് അല്ല, 2 ഫൈബ്രോയിഡ് അത് കൂടാണ്ട് ഒരു ഫൈബ്രോയിഡ് വളരെ വലുതാണ്, പിന്നെ ഒരു സിസ്റ്റം ഉണ്ട്. സോ ഇത്തരം കേസിൽ സാധാരണയായിട്ട് പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഇവിടെ പ്രഗ്നൻസി പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം മുന്നോട്ടേക്ക് എന്താണ്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. നമുക്കിപ്പോ 2 വീക്സ് ആയതേ ഉള്ളൂ. എംബ്രിയോ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം നമുക്കിപ്പം മുന്നോട്ടേക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് സംഭവിക്കാം എന്നുള്ളത് പറയാൻ പറ്റില്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തും സംഭവിക്കാം. അപ്പോൾ അതുകൂടാതെ ഡോക്ടർ പറഞ്ഞു ഇപ്പം ചില കേസിൽ ഇപ്പൊ നോർമലി ഒരു ഫൈബ്രോയിഡൊക്കെ ഉള്ള കേസിൽ പ്രഗ്നൻസി സക്സസ്ഫുൾ ആവാറുണ്ട്. പക്ഷെ ഇത് ഇച്ചിരി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഇൻ കേസ് ഇതൊരു ഫൈനൽ വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഡെലിവറി എന്തായാലും സാധ്യമല്ല. നമുക്ക് സിസേറിയൻ ചെയ്യണം. സിസേറിയൻ ചെയ്തിട്ട് അപ്പം അതും കൂടെ അതിന്റെ കൂടെ റിമൂവ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനാണ് ഉള്ളത്. അപ്പൊ എന്തായാലും പേഴ്സൺ ഇത്രയും റിസ്കിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ട്രാവൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ജോലിക്ക് പോകാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റിസ്ക് കോംപ്ലിക്കേഷൻ ഒന്നും കേട്ടിട്ട് എനിക്ക് അത്രയും വിഷമം വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒന്നാണ് എന്റെ ജോലി, എന്റെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ഒത്തിരി പ്രയത്നിച്ച് കിട്ടിയ ഒരു ജോലിയാണ്, അങ്ങനെ തന്നെ പറയാം. ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്ത് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയൊരു ജോലിയാണ്. അപ്പം അതെനിക്ക് കളയണമെന്ന് പറഞ്ഞ മാത്രമല്ല, എനിക്ക് ആക്ച്വലി ജലദോഷം പിടിച്ചിരിക്കുകയാണ് കേട്ടോ, സോറി. അപ്പം ഇതിൽ ഒരു വിഷമം വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷയില്ല.
ഇതൊരു സക്സസ്ഫുൾ ആകുമെന്നൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഇത് എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു കേസിൽ ജോലി കളയണം എന്ന് പറയുമ്പോൾ എനിക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലെത്തി എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് വിളിച്ച് സംസാരിച്ച് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കിത് വേണം. കാരണം ഇത്രയും വലിയൊരു റിസ്ക് എടുത്തിട്ട് നിന്നെ ഇൻവോൾവ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. നമുക്കിത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയാൽ പോരെ, നമ്മൾ ഇത്രയും വലിയൊരു റിസ്ക് ഏറ്റെടുക്കണോ? ഞാൻ എന്ത് ധൈര്യത്തിലാണ് നിന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം, എനിക്കതിന് മനസ്സ് വരുന്നില്ല എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ പ്രഗ്നൻസിയിലൂടെ ഞാൻ റിയലൈസ് ചെയ്ത ഒരു വലിയ സത്യം എന്ന് പറയുന്നത് ഞാൻ വളരെ സ്ട്രോങ് ആണെന്നുള്ളത് തന്നെയാണ്. എത്രമാത്രം ഞാൻ സ്ട്രോങ് ആണെന്നുള്ളത് എനിക്ക് എന്റെ ഒരു പ്രഗ്നൻസി ജേർണിയിലൂടെ മനസ്സിലായി. ആൻഡ് അതിന്റെ ഒരു മെയിൻ റീസൺ സ്പിരിച്വാലിറ്റിയാണ്. ആത്മീയതയാണ് എന്നെ അത്രയും സ്ട്രോങ് ആക്കി മാറ്റിയത് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ആ സമയത്തും ഞാൻ സ്പിരിച്വലി വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു എന്താ പറയാ, എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും ആ മരത്തെ വീഴാതെ ഒരു വേരെങ്ങനെ സഹായിക്കുന്നു അതുപോലെ എന്നെ ആത്മീയത സഹായിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജിലൊരു എപ്പോഴും എനിക്കൊരു ഡിസിഷൻ ഉണ്ടാവും. എനിക്കിപ്പം ഒരു ഡിസിഷൻ എടുക്കാൻ ഞാൻ അധികം ബുദ്ധിമുട്ടാറില്ല. എന്ത് തീരുമാനിക്കണം എന്നുള്ളത് എനിക്ക് വ്യക്തത ഉണ്ടാവാറുണ്ട് പലപ്പോഴും. അതെനിക്ക് കിട്ടിയത് സ്പിരിച്വാലിറ്റിയിലൂടെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ അവിടെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇല്ല ഏട്ടാ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. കാരണം എനിക്ക് റിസ്കിലും കോംപ്ലിക്കേഷനൊന്നും എനിക്ക് ഭയമില്ല, ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അപ്പൊ എനിക്ക് അപ്പോഴൊക്കെ എന്റെ തലയ്ക്കകത്ത് ഉണ്ടായിരുന്നത്, ഇങ്ങനെ ഒരു കേസിൽ പ്രഗ്നന്റ് ആവാൻ ചാൻസ് ഇല്ല, പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആണ്, ലെറ്റ് സീ എന്ന് ഡോക്ടർ പറഞ്ഞ ഒറ്റ കാര്യമാണ് എന്റെ മനസ്സിലുള്ളത്. സോ അതുകൊണ്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ അപ്പത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ആരോൺ അക്കാഡമി കണ്ണൂരിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും അതുപോലെ തന്നെ അതിന്റെ MD ഡോക്ടർ മുന്നാ സുജിത്ത് മാഡം എന്നെ അപ്പം അവരുടെ ഒരു ഓഫീസ് റൂൾസ് ഒന്നും നോക്കാതെ തന്നെ പെട്ടെന്ന് ഇപ്പം തലേന്ന് വരെ പോയിക്കൊണ്ടിരുന്ന ഞാൻ അടുത്ത ദിവസം വിളിച്ച് പറയാണ്, അത് അവിടെ ഒരു വലിയ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഒരു വലിയൊരു ഡ്യൂട്ടി എന്നെ ഏൽപ്പിച്ച സമയത്താണ് ഞാൻ പറയുന്നത്, മാഡം നാളെ മുതൽ എനിക്ക് വരാൻ കഴിയില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ റൂൾസോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ ആ ഒരു മാഡം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മെന്റലി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സ്ട്രെങ്ത് തന്നിട്ടുണ്ട് ബൈ വേർഡ്സ്. ആൻഡ് അത് കൂടാതെ അവരെന്ത് ചെയ്തു, റിസൈൻ ചെയ്യാതെ തന്നെ എന്നെ ഓൺലൈനിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് ഇൻഡിവിജ്വൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്റെ ജോലി ഓൺലൈനാക്കി കൺവേർട്ട് ചെയ്ത് തന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആ ഒരു ഇത്രയും റിസ്ക് പിടിച്ചൊരു സമയത്ത് എന്റെ ഏറ്റവും വലിയ ആശ്വാസം എന്റെ ജോലി തന്നെയായിരുന്നു. അല്ലെങ്കിലും എനിക്ക് എന്റെ ജോലി എന്റെ ലൈഫിലെ ഏറ്റവും എന്താ പറയാ ഒരു ഹാപ്പിനെസ് തന്ന ഒന്ന് തന്നെയായിരുന്നു. ഒരു പക്ഷെ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ഏറ്റവും വലിയ സാക്രിഫൈസ് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തത് തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, നാട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഇവിടെ കണ്ണൂർ ഏറ്റവും റിസ്ക്കും കോംപ്ലിക്കേഷനൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഡോക്ടറെ അന്വേഷിച്ചപ്പോഴാണ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ARMCയിൽ ഡോക്ടർ ഷൈജസിന് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് മന്ത്, ആദ്യത്തെ മാസം കഴിഞ്ഞപ്പോൾ, കാരണം 2 വീക്സിൽ അവിടുത്തെ സ്കാനിങ് ചെയ്ത സമയത്ത് MD ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ 1 മന്ത് വെയിറ്റ് ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ARMCയിലേക്ക് എൻ്റെ ഫസ്റ്റ് വിസിറ്റ് നടക്കുന്നത്. അങ്ങനെ ഞാൻ ARMCയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. കാരണം അവിടെ ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ അല്ല ARMCയിൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ എല്ലാ തരം പേഷ്യൻസും ഉണ്ടാവും, ഒരുപാട് തിരക്കുണ്ടാവും. ARMCയിൽ പ്രഗ്നൻസി മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്, IVF പ്രഗ്നൻസി മാത്രമാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് അവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ഹാളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ എല്ലാം ഉണ്ട്. അതായത് ആ ഒറ്റ ഹാളിൽ തന്നെ ബില്ലിംഗ് സെക്ഷൻ ആയിക്കോട്ടെ, ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ലാബ് ആയിക്കോട്ടെ, ഡോക്ടർ സെക്ഷൻ ആയിക്കോട്ടെ, അങ്ങനെ റെസ്റ്റിംഗ് റൂം ആയിക്കോട്ടെ, ബാത്റൂം ആയിക്കോട്ടെ, വെള്ളം കുടിക്കാനുള്ള സ്പേസ് ആയിക്കോട്ടെ, അതെല്ലാം വരുന്നത് ആ ഒരു ഒറ്റ ഹാളിലാണ്. സോ പൊതുവേ നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് ഒന്നിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഫ്ലോർ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവിടുത്തെ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസിറ്റീവ് കാര്യമാണ്. ആൻഡ് എല്ലാം നല്ല സ്റ്റാഫായിരുന്നു. എല്ലാം കൊണ്ടും എനിക്ക് അത്രയും അവിടുത്തെ സർവീസിൽ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെ ഞാൻ ARMCയിൽ ഫസ്റ്റ് ചെല്ലുകയാണ്. അപ്പോൾ ഫസ്റ്റ് ചെന്ന ഒരു വിസിറ്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഫസ്റ്റ് ചെന്നിട്ട് ഞാൻ ഡോക്ടർ ഷൈജസ് എന്നെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഷൈജസ് ഡോക്ടർ പറഞ്ഞു, പിന്നെ എന്താണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറയാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, റിസ്ക് ആണ്, ഇങ്ങനെ ഫൈബ്രോയിഡ് ഉണ്ട്, സിസ്റ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടർ ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ആയിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, 2 പേരാന്ന് പറഞ്ഞിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഷോക്കായി പോയി. ഞാനിങ്ങനെ ഭയങ്കര ഷോക്കായിട്ട് ഞാനിങ്ങനെ ഇല്ല ഞാനിങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഡോക്ടർ വീണ്ടും സ്ക്രീനിൽ നോക്കിയിട്ട് ഒരു ചിരിച്ചിട്ട് പറഞ്ഞു,
ഒരാളല്ല കേട്ടോ, 2 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു നോർമലി ഇങ്ങനെയുള്ള ആൾക്കാർ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് കുറവാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പറയുന്ന സമയത്താണ് ഡോക്ടർ പറയുന്നത് ഒരാളല്ല 2 പേരാന്നുള്ളത്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആണ് എൻ്റെ ലൈഫിലെ.